മനോഹരമായ കാഴ്ചയാണ്. ഒരു ഉസ്താദ് കയറി വരുന്നു, രണ്ട് സ്വാമിമാർ വളരെ സ്നേഹത്തോടെ ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ നാട്ടിലെ എല്ലാ മതവിഭാഗക്കാരും കുട്ടികളും കുടുംബവുമായി സ്നേഹവും സന്തോഷവും പങ്കിടാൻ വേണ്ടി ഇവിടെ എത്തുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത് ഇഷ്ടമില്ലാത്ത ചില ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ശബരിമലക്കാലമാണ്. ഈ ശബരിമലക്കാലത്താണ് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ശബരിമല കാലത്ത് ഈ അയ്യപ്പന്മാര്, മലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാര് ഈ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തും. ഈ അയ്യപ്പൻ വിളക്ക് ഭയങ്കര രസകരമായ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അതിൽ അയ്യപ്പ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാവും, തൊട്ടടുത്തൊരു പള്ളിയൊക്കെ ഉണ്ടാക്കി വെക്കും. അതൊക്കെ ഗംഭീര ഒരു വർക്ക് തന്നെയാണ്, ഒരു വർക്ക് ഓഫ് ആർട്ട് തന്നെയാണ്. കാരണം ഈ വാഴത്തണ്ടൊക്കെ ഇല്ലേ, വാഴത്തണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ ഉണ്ടാക്കുക. അതിൻ്റെ ആ തടി വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. പോളൊക്കെ ചെത്തിയെടുത്തിട്ട് അവർ ആ വർക്ക് അതിഗംഭീരമായിട്ട് ചെയ്യും. ഒരു അമ്പലം ഉണ്ടായിരിക്കും, ഒരു പള്ളി ഉണ്ടായിരിക്കും, പിന്നെ ഒരു വാവര് വരും, ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരാൾ വേഷം കെട്ടി വരും, ഒരു ഹിന്ദു മതവിശ്വാസിയായിട്ട് നമ്മുടെ അയ്യപ്പൻ വരും. രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് കാണിക്കും, പിന്നെ അവരുടെ സൗഹൃദത്തിലേക്ക് എത്തി കാണിക്കും. ബാങ്കുവിളി ഒക്കെ ഒരു പ്രതീകാത്മകമായിട്ട് അവിടെ നടത്തും. ഇതൊക്കെ എത്രയോ കാലമായി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ പുതിയ കാലഘട്ടങ്ങളിൽ ഇതൊന്നും പാടില്ല എന്നാണ് ചില ആളുകളുടെ നിരീക്ഷണം. നോക്കൂ, ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആയമ്മയുടെ പോസ്റ്റാണ് മടപ്പുര മുത്തപ്പ ശരണം. ന്യായീകരിക്കാൻ മതേതര ആരാധനാ കേന്ദ്രമെന്ന വാദം ഉള്ളിടത്തോളം കാലം ഒന്നും പറയാനില്ല. അവിടെയുള്ള നായ്ക്കളൊന്നും ഈ ദഫുകാർ കയറി തൊടാതെ നോക്കണേ, ഓൽക്ക് നായ ഹറാമാണ്. ദഫുകാർക്ക് വേദിയില്ലാത്തതാണോ, ഹൈന്ദവർക്ക് കലാരൂപങ്ങളില്ലാത്തതാണോ? നമ്മുടെ മടപ്പുര എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്, മടപ്പുര മുത്തപ്പൻ. ആ മുത്തപ്പൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കുറച്ച് മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ദഫ് മുട്ട് അവതരിപ്പിച്ചു. മടപ്പുര മുത്തപ്പൻ ഒരു ജാതി മതം നോക്കാതെ എല്ലാവർക്കും കയറാൻ കഴിയുന്ന സ്ഥലമാണ്. മുസ്ലിങ്ങളാവട്ടെ, ക്രിസ്ത്യൻസ് ആവട്ടെ, ഹിന്ദുക്കളാവട്ടെ, ആർക്ക് വേണമെങ്കിൽ കയറാം. അങ്ങനെ ആർക്കും കയറാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഇല്ലാണ്ടാവണേ എന്നാണ് നമ്മുടെ ശശികല ടീച്ചർ അടക്കമുള്ള ചില സംഘിണികൾക്കും സംഘികൾക്കും സംഘപരിവാരക്കാരുടെയും ആഗ്രഹം. എല്ലാവർക്കും കയറാൻ കഴിയുന്ന അമ്പലങ്ങൾ കേരളത്തിൽ നിന്ന് ഇല്ലാതാവണം. ശബരിമല അങ്ങനെ എല്ലാവർക്കും കയറാൻ കഴിയുന്ന അമ്പലമാണ്. ഹിന്ദുവിന് കയറാം, ക്രിസ്ത്യന് കയറാം, ഒപ്പം തന്നെ മുസ്ലിങ്ങൾക്കും കയറാം, ഒരു കുഴപ്പമില്ല. അമ്പലത്തിന്റെ കഥകഥന്റെ ഐതിഹ്യം തന്നെ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന ഹിന്ദുവായിട്ടുള്ള ഒരാളുടെയും വാവരെന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ആളുകളുടെയും സൗഹൃദ കഥ കൂടിയുണ്ട്. വാവരെ, എന്നെ കാണാൻ വരുന്നവർ നിന്നെ കണ്ടിട്ട് മാത്രമാണ് ഇങ്ങോട്ട് കയറുകയുള്ളൂ കൂടിയുണ്ട്. ആ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന പലർക്കും അറിയാം, ആദ്യം ആ വാവര് പള്ളിയിൽ കയറിയിട്ട് അവിടുന്ന് ഭസ്മ വാങ്ങിച്ചിട്ട് ആ വിഭൂതി നെറ്റിയിൽ അണിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോവുക. ഈ പരിപാടിയൊക്കെ നമുക്കറിയാം. അപ്പം അതിൻ്റെയൊക്കെ പുറകിൽ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കെട്ടുണ്ട് എന്നർത്ഥം. സൗഹൃദത്തിൻ്റെ ഹൃദയം ചേർന്ന ഒരു കെട്ടുണ്ട് എന്നർത്ഥം. ആ കെട്ട് പാടില്ല നമ്മുടെ കേരളത്തിൽ. അത്തരം കെട്ടുകളൊന്നും നമ്മുടെ കേരളത്തിൽ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ടീംസാണ് ഇവർ. എന്നാൽ ഇവരത് ആഗ്രഹിക്കുന്നതോറും നമ്മളത് കൂടുതൽ നന്നായിട്ട് ഇവിടെ നടത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഒരു മഹാഭാഗ്യം തന്നെ എന്ന് വിചാരിക്കണേ. ഇപ്പം ഞാൻ കാണിച്ചു തന്നൊരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ മലപ്പുറത്താണ്. ആ മലപ്പുറത്താണ് ഇത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. ഒരു ഉത്സവ പറമ്പിൽ ഞാൻ കണ്ട മനോഹരമായ കാഴ്ചയാണ്. ഒരു ഉസ്താദ് കയറി വരുന്നു, രണ്ട് സ്വാമിമാർ വളരെ സ്നേഹത്തോടെ ആവേശത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ നാട്ടിലെ എല്ലാ മതവിഭാഗക്കാരും കുട്ടികളും കുടുംബവുമായി സ്നേഹവും സന്തോഷവും പങ്കിടാൻ വേണ്ടി ഇവിടെ എത്തുന്നു. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും നൽകുന്നത് മുസ്തഫ എന്ന നാട്ടുകാരനാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് വെടിവഴിപാടിനുള്ള രസീതുകൾ ക്ഷേത്രത്തിന് മുന്നിലുള്ള കൗണ്ടറിൽ ലഭിക്കുന്നതാണ്. സ്വാമിയെ ശരണമയ്യപ്പ. ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചത് മുസ്തഫ എന്ന് പറയുന്ന ഒരു നാട്ടുകാരനാണ്. അദ്ദേഹമാണ് ഈ അമ്പലത്തില് ഈ രസീതൊക്കെ വാങ്ങിക്കില്ലേ, ഈ വെടിവഴിപാടിന് അതൊക്കെ കൊടുക്കണമല്ലോ, പൈസ ഒക്കെ വാങ്ങിക്കായിരിക്കില്ലേ, ആ ഭാഗത്തിരുന്നിട്ട് അത് അനൗൺസ് ചെയ്യുന്നത് മുസ്തഫ എന്ന് പറയുന്ന നാട്ടുകാരനാണ്. അത് മുസ്തഫ എന്ന് പറയുന്ന ആ പേരുള്ള ഒരു മുസ്ലിം ആയതുകൊണ്ട് ആ നാട്ടിലത്തെ ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഇനിയിപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട് ആ നാട്ടിലത്തെ? ഇല്ലെന്നേ. ആ നാട്ടിലത്തെ മുസ്ലിങ്ങൾക്കും പ്രശ്നമില്ല. നമ്മുടെ മുസ്ലിം നാട്ടിൽ ഒരുവനതാ അമ്പലത്തിൽ കയറി കുത്തിരുന്നിട്ട് അവിടെ വെടി വഴിപാടിന് ഓരോന്ന് വിളിച്ചു പറയുന്നു. ആൾക്കാർ വിളിച്ചു പറഞ്ഞ് രസീത് ഇവിടുന്ന് ആക്കണം, എന്താ രസീത് എഴുതി തരാൻ പറയുന്നു. തൊട്ടടുത്തിരിക്കുന്ന ഒരു മുസ്ലിം തന്നെയാണ്, ഒരു ചെങ്ങാതി കൂടി അവിടെ കുത്തിരിക്കുന്നുണ്ട്. വലിയവർക്കും പ്രശ്നമുണ്ടാ? എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, അവിടെ സ്വാമിമാരായവരും സ്വാമിമാരല്ലാത്തവരും ഒരുപക്ഷെ അമ്പലവുമായി ബന്ധപ്പെട്ടവരും പള്ളിയുമായി ബന്ധപ്പെട്ടവരും ആ നാട്ടിലത്തെ മുസ്ലിങ്ങളും ആ നാട്ടിലത്തെ ഹിന്ദുക്കൾക്കും ഇതൊരു വിഷയമേ അല്ല. അതോടെ കാലാകാലങ്ങളായിട്ട് അവരുടെ വീട്ടിലത്തെ ഒരു പ്രോഗ്രാമും
മനസ്സിലല്ലേ? അവരെ വീട്ടിലത്തെ പുണ്യമായിട്ടുള്ളൊരു സംഭവം എന്ന രീതിയിൽ കൊണ്ടാടുന്ന ആൾക്കാരാ. അതുകൊണ്ടാണ് മുസ്തഫയ്ക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഒരു മടിയും കൂടാതെ പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് മുസ്തഫ ജിന്റെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് നമ്മുടെ മുസ്ലിം മത വിശ്വാസം അങ്ങനെ പറയാൻ പാടുണ്ട എന്നൊക്കെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരുന്നില്ലേ? പക്ഷെ അവർക്കതൊരു വിഷയമല്ല. ചോദ്യം ചെയ്ത് പോയി എൻ്റെ പണി നോക്ക് പറയും. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഇവരൊക്കെ ഇടയിലേക്കാണ് ശശികല പോലുള്ള ആളുകൾ വിഷം തുപ്പി വരുന്നത്. മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും കയറുന്ന ഇടമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊന്നും പണയാതിരുന്നാൽ മതി. നിങ്ങൾ പണഞ്ഞ് ഇവിടുത്തെ ഹിന്ദുക്കൾ, ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഈ സൗഹൃദം ഉണ്ടല്ലോ, ഇതാ ഈ സൗഹൃദം. മലപ്പുറം ജില്ലയിലെ വേങ്ങര ജവാൻ കോളനിയിലുള്ള തളി ശിവക്ഷേത്രത്തിലെ സവിശേഷമായ വിശേഷങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ. അയ്യപ്പൻ വിളക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ ഒരു പ്രധാനം, നമ്മുടെ ആ ഒരു പഴയ കാരണവന്മാര് അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദം അത് നിലനിൽക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് അതിനാണ് ഞങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്. സ്ഥലം MLA ഇപ്പൊ മൂപ്പര് വിളിച്ചു, ഒരു നിവൃത്തി കൊണ്ടാണ്. വയനാട്ടിലാണ് ഞങ്ങൾ തുടങ്ങിയിട്ട് 22 വർഷമായി. അപ്പൊ അന്ന് തൊട്ട് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരു കുട്ടി ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിക്കും. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്തായാലും പാണക്കാട് കുടുംബത്തിൽ നിന്ന് പോലും ആളുകൾ അവിടെ വന്നിട്ട് സഹകരിക്കും എന്നുള്ളതാണ്. ഒരു മടിയും കൂടാതെ വരും, അവരുടെ ഒപ്പം ചേർന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കും. എന്റെയൊക്കെ ഒരു അനുഭവത്തില് അന്നും പറയാം, ശബരിമല പ്രസാദം പോലും കഴിക്കാത്ത ചില സുഡാപ്പി മനസ്സുള്ള ആളുകളുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇവന്മാരെ നമ്മൾ കൂടെ ചേർക്കണ്ടേ? കൂടെ ചേർക്കണമേ. വരികയാണ് ഇതിലൊന്ന് ഒന്ന് പങ്കെടുത്തു പോകാൻ, ഇവിടെ നിന്ന് വന്ന് കണ്ടുപോകാൻ. അപ്പൊ അത്രയും ഞങ്ങളോട് വ്യാപാര കച്ചവടക്കാര്, മറ്റുള്ള ആളുകളെ, സാധാരണക്കാര്, എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾ ഇത്രയും വലിയ വിജയത്തിൽ എത്തിച്ചേർന്നെ നമ്മളോട് ഈ സൗഹൃദം എന്നും നിലനിൽക്കണം. വരും കാലങ്ങളിൽ ഇത് നിൽക്കണം. ഇതിനൊക്കെ ശേഷം നമ്മുടെ ഒരു ഉസ്താദ് സംസാരിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള രസമുള്ള. വർഷങ്ങളായി ഞങ്ങൾ എല്ലാവരും ഇവിടെ പങ്കെടുക്കാറുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് വരാറുണ്ട്. പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട ഈ പ്രാവശ്യം മുനവറലി ശിഹാബ് തങ്ങളാണ് വന്നത്. അപ്പൊ ഇതിവിടെ ജാതി മതമേനെ എല്ലാവരും ദേശവിളക്ക് എന്ന് പറയുന്ന ഒരു ദേശവിളക്ക് തന്നെയാണിത്. ഇതെല്ലാവർക്കും ഒരു വെളിച്ചമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ അച്ഛനുണ്ടായിരുന്ന താമസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വലിയ മഹാൻ തന്നെയായിരുന്നു. ഗുരുസ്വാമി എന്നൊക്കെ പറഞ്ഞാല് വളരെയധികം. എന്റെ സുഹൃത്തുക്കളെ, ഒരു ഉസ്താദാണ്, വേറൊരു മതത്തിൽപ്പെട്ട ഒരാള്, അദ്ദേഹത്തിന്റെ പേര് താമസ്വാമി എന്നാണ്. അദ്ദേഹം ഒരു മഹാനായിരുന്നു. സ്വാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരാധിക്കേണ്ട ഒരു പുരുഷനായിരുന്നു എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നേ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ ചെങ്ങാതിയെ അവിടെ നിന്നെടുത്ത് പുറത്താക്കുവോ? ഇല്ലല്ലോ, ഒരു പുറത്താക്കലും ഇല്ല. എന്നാൽ അതേ സമയം തന്നെ യുവാക്കളായിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മത തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് ശശികല ടീച്ചറിൻ്റെ ഒക്കെ പിന്മുറക്കാരായിട്ടൊക്കെ വരുന്ന ചില ആളുകളൊക്കെ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കണ്ടുനോക്കൂ. ഒരുപാട് അയ്യപ്പൻ വിളക്കുകളെ ഇത്തരം കൂട്ടിച്ചേർക്കലുകളായിട്ട് കാണുന്നുണ്ട്. ശരിക്കും എന്താ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? വാവര് വരുന്നു, അതിനുശേഷം നിസ്കരിക്കുന്നു, ബാങ്ക് വിളിക്കുന്നു. ഈ മതേതരത്വം കാണിക്കാനുള്ള വേദിയാണോ അയ്യപ്പൻ വിളക്ക്? അത് കാണിക്കേണ്ടത് കാണിച്ചാൽ പോരെ? ഓരോ മതത്തിനും അതിൻ്റെതായ ചിട്ടകളും ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് പാലിക്കേണ്ടത് അത് പാലിച്ചാൽ പോരെ? രണ്ടും കൂടെ മിക്സ് ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റൊരാളില്ല, അള്ളാഹുവാണ്. സുഹൃത്തുക്കളെ, ഇവന് ഈ പറഞ്ഞുകൊണ്ടിരിക്കാൻ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ശരിയാണെന്ന്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ശരിയല്ല. ഒരുപക്ഷെ ഈ പറയുന്നവനേക്കാൾ കുറച്ചുകൂടി പ്രായം എനിക്കുണ്ട് എന്നെ വിചാരിക്കുന്നു. ഒരുപക്ഷെ ഇവനെ കണ്ടതിനേക്കാൾ കൂടുതൽ അയ്യപ്പൻ വിളക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചുറ്റുമുള്ള മുതിർന്ന ആളുകൾ ചോദിക്കുക, പണ്ട് എങ്ങനെയായിരുന്നു അയ്യപ്പൻ വിളക്ക്? ഇതേപോലെ തന്നെയായിരുന്നു. അയ്യപ്പൻ വിളക്കിന് വാവര് കിട്ടി വരും, ഒരു അയ്യപ്പൻ വേഷം കിട്ടി വരും, അവർ നമ്മൾ ഫൈറ്റ് കാണിക്കും, അതിൽ ഒരുപക്ഷെ പ്രതീകാത്മകമായിട്ട് ബാങ്ക് വിളിക്കും, നിസ്കാരം കാണിക്കും, ഇതൊക്കെ ഉണ്ടാവും. എന്തിനേറെ ഒരു അപ്പം ഉണ്ടാക്കും, വാവരുടെ അപ്പം എന്നൊക്കെ പേരിലാണ്. അത് ചെറിയൊരു അപ്പമായിരിക്കും. അതടക്കം വാവര പത്തിരി, വാവര് ചുട്ട പത്തിരി, ആ പത്തിരി അടക്കം ഇങ്ങനെ ചെറിയ കഷ്ണം മുറിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. വാവര അവസാനം അവിടെ കൂടിക്കുന്ന എല്ലാവർക്കും കൊടുക്കും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഒരു പ്രശ്നവും കൂടാതെ നടന്നിരുന്നതാണ്. അപ്പോഴും അതിലൊക്കെ കേറിയിട്ട് ഇത്തരത്തിൽ വർഗീയ വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇസ്ലാം മതത്തിനെ ഒരേപോലെ അവഹേളിക്കുന്ന പോലെ ഈ ചെയ്യുന്നത്. കൂട്ടിച്ചേർക്കലുകളൊക്കെ നല്ലതാണ്, പക്ഷെ ഇത്തരത്തിലാവുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് അതിന്റെ ആ ഭംഗി നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ?
എനിക്ക് അങ്ങനെയാണ് ആലോചിച്ചപ്പോ തോന്നി ഇതൊക്കെ കുറെ കാട്ടിക്കൂട്ടലാണ് പ്രഹസനാണെന്നൊക്കെ തോന്നുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് ഒരിക്കലും കാട്ടിക്കൂട്ടലല്ല. ഇത്തരം അല്ലെങ്കിൽ കാട്ടിക്കൂട്ടലെന്ന് തന്നെ വിചാരിക്കുക. ഇത്തരം കാട്ടിക്കൂട്ടലിന്റെ ഭാഗമായിട്ട് തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെ കാട്ടിക്കൂട്ടിയുണ്ടോ, ഇങ്ങനെ ചെയ്തുകൊണ്ടോ ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള തോന്നലേക്ക് ആളുകൾ മാറുന്നുണ്ടെങ്കിൽ അതും ശരിയല്ലേ? ഞാൻ മുന്നേ തന്നെ പറയുന്നു, ഇത് കാട്ടിക്കൂട്ടലുകളല്ല. താങ്കളൊക്കെ ഇത് മനസ്സിലാക്കുന്നതിനും താങ്കളൊക്കെ ഇത്തരം സംഗതികളൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ ഇത്തരം പ്രോഗ്രാമുകൾ, ഇത്തരം അയ്യപ്പൻ വിളക്കുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കൂ. അതില്ല എന്ന് പറയരുത്. നമ്മുടെ ചരിത്രത്തിൽ അങ്ങനെയാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ ഗാന്ധിജി ഓട്ടോ ഇടിച്ചിട്ടാണ് മരിച്ചതെന്ന് നമ്മുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അങ്ങനെ ചരിത്രം നിർമ്മിക്കുന്ന തരത്തിലേക്ക് നിങ്ങളടക്കമുള്ള യുവാക്കൾ മാറരുത്. ബൈ.